റിപ്പോർട്ട് ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. പ്രതിപക്ഷ ഉപനേതാവ് പദവി ലഭിച്ചില്ലെങ്കിൽ നിയമസഭയിൽ CPM-നോട് സഹകരിക്കില്ലെന്ന് CPI. CPI അവരുടെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. നിർണായക തീരുമാനം സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പ്രതിപക്ഷം എന്ന നിലയിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനാകില്ല. സഭയിൽ എല്ലാ വിഷയത്തിലും ഒരേ നിലപാടാകണമെന്നില്ലെന്നും CPM-നെ എതിർക്കേണ്ടി വന്നാൽ എതിർക്കാനുമാണ് തീരുമാനം. ഉപനേതാവ് പദവി CPI-ക്ക് നൽകുന്ന കാര്യം ആലോചിക്കാൻ പോലും കഴിയില്ലെന്നാണ് LDF കൺവീനർ ഇന്നലെ ബിനോയ് വിശ്വത്തെ അറിയിച്ചത്. LDF യോഗം വിളിച്ചാൽ പങ്കെടുക്കാമെന്നും വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ യോജിച്ചുള്ള സമരം വേണ്ടെന്നും ബിനോയ് വിശ്വവും കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. റഹീസ് റഷീദും TV പ്രസാദും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ്, നമ്മുടെ CPI ഉറച്ച തീരുമാനത്തിലാണോ? പ്രതിപക്ഷ ഉപനേതാവ് പദവി ഇല്ലെങ്കിൽ LDF എന്ന മട്ടിൽ ഒരുമിച്ച് സഭയിൽ നമ്മൾ പ്രവർത്തിക്കൂല എന്നുള്ളതാണ്. ചില സമയങ്ങളിൽ വേണ്ടി വന്നാൽ CPM-നെ നേരിടേണ്ടി വന്നാൽ CPI നേരിടും എന്ന ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ പ്രതിപക്ഷത്തിന്റെ ഐക്യത്തെ ബാധിച്ചു തുടങ്ങുമോ ഇത്? അരുൺകുമാർ, പ്രതിപക്ഷത്തിന്റെ ഐക്യത്തിനപ്പുറം LDF-ൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കുന്ന തരത്തിൽ ഈ തീരുമാനം നടപ്പിലായാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും. കാരണം ഇന്നലെ LDF കൺവീനറായ TP രാമകൃഷ്ണൻ MN സ്മാരകത്തിലെത്തി ബിനോയ് വിശ്വത്തോട് പറഞ്ഞത് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPI-ക്ക് നൽകുന്ന കാര്യം ഇനി CPIM-ന് ആലോചിക്കാൻ പോലും കഴിയില്ല. അത് പാർട്ടി തീരുമാനമെടുത്തു കഴിഞ്ഞതാണ്. എങ്കിലും ഒരുമിച്ച് മുന്നോട്ട് പോകണം, അതിനുവേണ്ടി സഹകരിക്കണം, LDF യോഗം വിളിക്കേണ്ടതുണ്ട് എന്നീ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞത് LDF യോഗം വിളിച്ചോ, ഞങ്ങൾ പങ്കെടുക്കും. പക്ഷെ LDF യോഗത്തിൽ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. നിങ്ങൾ തരില്ലെന്ന നിലപാടെടുത്താൽ ഞങ്ങൾക്കതിന് മറുപടി പറയേണ്ടി വരും. സ്വാഭാവികമായും LDF യോഗത്തിൽ വാഗ്വാദവും തർക്കവും എന്നൊക്കെ മാധ്യമങ്ങളിൽ വാർത്ത വരും. അതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ഞങ്ങളോട് ചോദിച്ചാൽ നടന്ന കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരും എന്ന് പറഞ്ഞാണ് ഇന്നലത്തെ സംസാരം അവസാനിച്ചത്. അതിനുശേഷം CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ കയറി ബിനോയ് വിശ്വം ഇങ്ങനെയാണ് TP രാമകൃഷ്ണൻ പറഞ്ഞത്, നമ്മൾ എന്ത് നിലപാടെടുക്കണം എന്ന കാര്യം ചർച്ച ചെയ്തു. ആ ചർച്ചയിലാണ് ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം CPI എടുത്തിരിക്കുന്നത്. നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷം എന്ന നിലയിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് എല്ലാ തവണയും പോകില്ല എന്ന നിലപാട് അവരെടുത്തു. അതായത് പ്രതിപക്ഷ നിരയിൽ ഒരുമിച്ചിരിക്കും, പക്ഷേ എല്ലാ വിഷയത്തിലും CPIM എടുക്കുന്ന നിലപാടായിരിക്കില്ല സർക്കാരിനോട് CPI എടുക്കുക. ചില നിലപാടുകളിൽ വിയോജിപ്പുണ്ടെങ്കിൽ CPIM എടുക്കുന്ന നിലപാടാണെങ്കിലും ആ വിയോജിപ്പ് അവിടെ CPIയുടെ കെ രാജൻ അടക്കമുള്ള ആളുകൾ പറയും. അതായത് സഭയ്ക്ക് പുറത്ത് LDF എന്ന നിലയിൽ മുന്നോട്ട് പോകാം, നിയമസഭയ്ക്കകത്ത് LDF എന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ CPI ഇല്ല. അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ഞങ്ങൾക്ക് കിട്ടിയേ തീരൂ എന്ന ഏറ്റവും നിർണായകമായ തീരുമാനം CPI എടുത്തിരിക്കുന്നു. പ്രത്യക്ഷത്തിൽ സംഭവിക്കുക ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയൻ ഒരു വോക്കൌട്ട് പറയുന്നു. CPI ആ വിഷയത്തിൽ വോക്കൌട്ട് ചെയ്യുന്നില്ല എന്ന് തീരുമാനമെടുത്ത് അവിടെ ഇരിക്കുന്നു. അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ CPIM-ന്റെ നിലപാട് KN ബാലഗോപാലോ മറ്റോ പറയുമ്പോൾ അതല്ല ഞങ്ങളുടെ നിലപാടെന്ന് കെ രാജൻ എഴുന്നേറ്റ് നിന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനർത്ഥം LDF പൊട്ടി, LDF പിളരും എന്ന് തന്നെയാണ്. അതാണൊരു പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എഴുന്നേറ്റ് നിന്ന് സർക്കാരിനെ വിമർശിച്ചുകൊണ്ടൊരു നിലപാടെടുക്കുമ്പോൾ അപ്പുറത്തെ കെ രാജൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ് ഈ നിലപാട് ഞങ്ങൾക്കില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ പൊളിഞ്ഞില്ലേ? പ്രതിപക്ഷത്തിന് ഐക്യമില്ല എന്നുള്ളത് സഭയിൽ തെളിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. TV പ്രസാദ് ഉണ്ട്. TV പ്രസാദ്, അങ്ങനെ വന്നാൽ സഭയിൽ LDF-ൽ CPI-യും CPM-ഉം രണ്ടു വഴിക്കാണ് എന്ന മട്ടിലേക്കാണോ കാര്യങ്ങളുടെ പോക്ക്? CPI ആണെങ്കിൽ ഇങ്ങനെ ഈ ആവശ്യത്തിന് ഈ വാശി പിടിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. മാത്രമല്ല 1980-ൽ ഈ LDF എന്ന സംവിധാനം ഉണ്ടായതിനു ശേഷം ഇങ്ങോട്ട് നോക്കിയാൽ CPI-യുടെ ആരും പ്രതിപക്ഷ ഉപനേതാവ് പദവി അലങ്കരിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ ഒരു പുതുതായിട്ടൊരു ഡിമാൻഡ് വെച്ച് പ്രതിപക്ഷത്തെ CPM-നെ LDF-നെ ഒക്കെ പ്രതിരോധത്തിലാക്കാനാണോ CPI-യുടെ നീക്കം? ഗുഡ് മോർണിംഗ് അരുൺ. ഇതൊരു കടുത്ത പ്രതിസന്ധി തന്നെയാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ച്. കാരണം CPI ഇതിൽ ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ CPIM-ന്റെ വലിയേട്ടൻ മനോഭാവം കേരളത്തിൽ നടപ്പില്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് അത് മുന്നണിക്കകത്ത് എല്ലാ പാർട്ടികളെയും ഒരുപോലെ കാണാൻ CPIM തയ്യാറാകണം എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ തന്നെ ഒരുപാട് ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഇവരുടെ ഉൾപാർട്ടിയിലും അതുപോലെ തന്നെ ഇവരുടെ വർഗ ബഹുജന സംഘടനകളിലുമെല്ലാം
CPIM-നെതിരെ ഏറ്റവും ഉയർത്തുന്ന വിമർശനം ഇതാണ്. അവർ വല്യേട്ടൻ മനോഭാവം ചമയ്ക്കുന്നു എന്നുള്ളതാണ്. ഈ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഒന്നാഞ്ഞു പിടിക്കുകയാണ് CPI. പക്ഷേ CPIക്ക് ഇപ്പോൾ പിറകോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായത് ഇതെല്ലാം മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അതിവിടെ ബിനോയ് വിശ്വം മാത്രമല്ല, അങ്ങ് ഡൽഹിയിൽ ഡി രാജ കൂടി പറഞ്ഞതോടുകൂടി അവർക്ക് പിന്മാറാൻ പറ്റാത്ത സ്ഥിതിയായി. പക്ഷേ CPIM-നെ സംബന്ധിച്ച് അവർ എടുത്ത തീരുമാനമാണത്. പുറത്ത് പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും KN ബാലഗോപാലിനെ ഉപനേതാവാക്കണം എന്നുള്ളത് CPIM-ന്റെ തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ CPIM അതിലൊരു വിട്ടുവീഴ്ചക്കും തയ്യാറുമല്ല. പക്ഷേ ഇപ്പോഴുള്ളൊരു പ്രശ്നം അരുൺ, കഴിഞ്ഞ 10 വർഷത്തെ പോലെയല്ല. അധികാരമുള്ള സമയത്താണെങ്കിൽ ഏതെങ്കിലും മറ്റു ഫോർമുലകൾ പരീക്ഷിക്കാമായിരുന്നു. ഇപ്പോൾ ഇവിടെ രാജ്യസഭ പോലുമില്ല പരീക്ഷിക്കാൻ എന്നുള്ളതാണ് CPIM പെട്ടിരിക്കുന്ന ഒരു പെടൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഫോർമുല CPIയുടെ മുന്നിൽ വെക്കാനില്ലാത്തത് കൊണ്ട് എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് CPIM-നെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം. അരുണ് നേരത്തെ പറഞ്ഞതുപോലെ വരുന്ന നിയമസഭാ സമ്മേളനം അതേറെ നിർണായകമാകും. മറ്റൊരു നിലപാട് CPI പറയുകയാണെങ്കിൽ അത് കേരളം വലിയ തോതിൽ ചർച്ച ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇനി വരാൻ പോകുന്നത്. CPIM രണ്ട് തട്ടിലാവുകയാണോ എന്നുള്ളതാണ്. LDF ഉണ്ടായതിനു ശേഷം CPI ഇതുവരെ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ലല്ലോ എന്നാണ് CPM പറയുന്നത്. അപ്പോൾ ഇതുവരെ ഇല്ലാത്ത കീഴ്വഴക്കങ്ങളൊക്കെ പുതുതായിട്ട് കൊണ്ടുവരികയാണോ? ഇതാണ് CPM-ന്റെ അണികൾ ചോദിക്കുന്നത്. ഈ വിഷയത്തിൽ CPM-ന് മാത്രമല്ല, വർഗീസ് ജോർജ് അടക്കം പ്രതിപക്ഷത്തെ മറ്റ് കക്ഷികൾക്കും CPI-യോട് ഒരു വിയോജിപ്പുണ്ട്.